എല്ലാത്തിലും കൈയിട്ട് വരല്ലേ അനു നിർത്ത്. കെട്ടിലമ്മ ചമയാൻ വന്നേക്കണേ. എനിക്ക് അറിയാം, എനിക്ക് കൊടുക്കാനും അറിയാം. പിന്നെ ഞങ്ങളുടെ വായിലോട്ട് ഇടുന്നത് എന്റെ കൂടെ എടുത്തിട്ട് അണ്ണാക്കിലിട്ട് നീ കുറച്ച് വെള്ളം കുടിച്ചിറങ്ങി ഊഞ്ഞാലി പോയിരിക്കും. ഊഞ്ഞാലി പോയിരിക്കണോ അതോ നന്മ മരത്തിന്റെ അടുത്ത് ക്യാമറ നോക്കി മോങ്ങണോ ഞാൻ തീരുമാനിച്ചോളാം കേട്ടാ. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിസ്ക്ലെയിമർ എന്ന രീതിയിൽ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, എൻ്റെ ഈ മുഖം ഉറങ്ങി എണീച്ചെടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരു ഉറക്കമുഖമുണ്ട്. രണ്ടാമത്തെ കാര്യം, എൻ്റെ സൗണ്ട്. രാവിലെ നമ്മൾ എത്ര എണീച്ച് ഫ്രഷായി വന്നാലും നമ്മുടെ സൗണ്ട് നമ്മളുമായിട്ട് അങ്ങ് കോപ്പറേറ്റ് ചെയ്യുന്നില്ല. പിന്നത്തെ വീഡിയോയുടെ ആരംഭം എന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസിൽ ഇന്ന് നടക്കാൻ പോകുന്ന എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ നിന്നാണ്. ഞാൻ ഞെട്ടിയ രണ്ട് കാര്യം. അവസാനം സാബുമോൻ വായ തുറന്ന് ഡയലോഗ് പറഞ്ഞിരിക്കുകയാണ് ഗൈസ്. രണ്ടാമത്തത് നെവിൻ്റെ ആക്ഷൻ. നടക്കട്ടെ, കാണട്ടെ. ഇതൊക്കെ തന്നെയല്ലേ ഞാൻ നിങ്ങളോട് ഇത്രയും ദിവസം പറഞ്ഞേ എന്നുള്ളത്. ആൻഡ് കംസ് ടു അനുമോൾ. എൻ്റെ പൊന്നനുമോളെ, എന്താ മോളുടെ പ്രശ്നം? മോൾക്ക് മോളേതായ കുറേ പ്രിൻസിപ്പിൾസും ഐഡിയോളജീസും ടെക്നിക്സും ഉണ്ട്. അതൊക്കെ മോൾ എന്ത് ചെയ്യുക? മോളെ വീട്ടിൽ കാണിക്കുക, വീട്ടിലുള്ള ആൾക്കാരോട് കാണിക്കുക, അല്ലാണ്ട് അവിടെ വന്ന ആൾക്കാരോടല്ല. എല്ലാ കാര്യത്തിലും ഞാൻ കണ്ടിട്ട് അനുമോളുടേതായ ചില കോൺസെപ്റ്റുകളാണ്. ഈ കോൺസെപ്റ്റ് വേണ്ടടോ. പിന്നെ നിങ്ങൾക്കൊന്നും നാണല്ലേ? ബിഗ് ബോസിൽ കഴിഞ്ഞ 6 ബിഗ് ബോസ് സീസണിൽ ഇന്നേ വരെ ഈ ഫുഡിൻ്റെ പേരിൽ ഇമാതിരി ഒച്ചപ്പാടും വർത്താനും വഴക്കും ഒന്നും ഞാൻ കണ്ടിട്ടില്ല. വേറെ ഓരോ വിഷയത്തിൻ്റെ പേരിലാണ് പൂച്ചട്ടി ഇറങ്ങിപ്പോകുന്ന ജാസ്മിൻ എന്ന് വെച്ചാൽ മറ്റേ ജാസ്മിൻ ജാഫർ അല്ല, മറ്റേ ജാസ്മിൻ. ഇങ്ങനത്തെ കുറേ അവരെ ഉന്തുക, മൂക്കിന് കുത്തുന്ന റോക്കി, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് കറിയുടെ പേരിലും ഭക്ഷണത്തിൻ്റെ പേരിലും അരിൻ്റെ പേരിലും പാത്രം കഴുകിയില്ല എന്നുള്ള പേരിലും കച്ചറ ഉണ്ടാക്കുന്ന ഒരു ബിഗ് ബോസ് സീസൺ. എന്താ ഇവരുടെയൊക്കെ പ്രശ്നം എന്ന് എനിക്കറിയില്ല. ആവശ്യത്തിലധികം റേഷൻ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട്, എന്നാലും ഫുഡിൻ്റെ പേരിൽ കച്ചറയാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ, ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്ന എൻ്റെ അമ്മയാണ്. പക്ഷേ എൻ്റെ അമ്മയല്ല എനിക്ക് വിളമ്പി തരിക. എനിക്ക് വേണ്ടത് ഞാൻ വിളമ്പി കഴിക്കലാണ്. ഇപ്പോൾ ഏട്ടന് കറി എടുത്തുകൊണ്ട് നിൽക്കുന്നതിനിടെ ഞാൻ പ്ലേറ്റ് കണ്ട് ഏട്ടച്ചിരി കറി വയ്ക്കുക ഞാൻ പറയലുണ്ട്. ഏട്ടൻ അപ്പോൾ ഇച്ചിരി കറി ചോദിച്ചു തരലുണ്ട്. അല്ലാണ്ട് എൻ്റെ അമ്മ കിച്ചണിൽ വന്നിട്ട് ഞാനാണ് ഇവിടുത്തെ ഭക്ഷണം ഉണ്ടാക്കുന്നത്, ഞാൻ വിളമ്പി തരുന്ന മാത്രമേ നിങ്ങളാരും കഴിക്കാൻ പാടൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇതെന്ത് ഫിലോസഫിയാണ് ഗൈസ്? എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങളും കൂടെ പറ. ഇന്നത്തെ കാലത്ത് ഇമാതിരി കളിയൊക്കെ ഉണ്ടാവും. പണ്ടൊക്കെ ആണെങ്കിൽ ഉണ്ട്, നമുക്ക് ഭക്ഷണം വളരെ കുറവാകുമ്പം എല്ലാ മക്കൾക്കും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ട് വിളമ്പി കൊടുക്കില്ല. ഇന്ന് അതൊന്നുമില്ല. എൻ്റെ 8 പേർക്ക് ആവശ്യത്തിലധികം റേഷൻ ഉണ്ടെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. റേഷൻ ഇനിയും ബാക്കിയുണ്ട്. പിന്നെ എന്തിനീ ഇല്ലാത്ത പ്രശ്നങ്ങൾ അനു ഉണ്ടാക്കുന്നത്? ഈ ഫുഡിലോട്ട് വരുമ്പോൾ അനുവിന് ഇതൊരു വലിയ പ്രശ്നമാണ്. മേ ബി ഞാൻ അനുവിനെ കുറ്റം പറയുന്നില്ല. ഞാൻ കേട്ടതൊക്കെ അനുസരിച്ച്, അല്ല അനു പറഞ്ഞതൊക്കെ അനുസരിച്ച്, അനു വളരെ പുവറായിട്ടുള്ളൊരു വീക്കർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ്. ചിലപ്പോൾ ആളുടെ ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസുകളിൽ ഈ വിശപ്പിൻ്റെ വില അറിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാത്ത അവസ്ഥ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ചിലപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ വീട്ടിൽ വിളമ്പിയ ഒരു രീതി ഉണ്ടാവും, 3 പെൺകുട്ടികളും അനു അമ്മയ്ക്കൊക്കെ. ചിലപ്പോൾ ആ രീതി ആയിരിക്കും ഇവിടെ കൊണ്ടുവരുന്നത്. അതാ പറഞ്ഞത്, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം, നമ്മൾ ഒരുപാട് സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ ഈ ബിഗ് ബോസ് ഹൗസിലോട്ട് കൊണ്ടുവരാൻ നിൽക്കരുത്. സോ അത് പറഞ്ഞുകൊണ്ട് പ്രമോ അവസാനിപ്പിക്കാം. സോ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂടെ ഹൈപ്പ് അടിക്കാനും നിങ്ങൾ മറക്കണ്ട. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. കാറ്റിന്ന് മസാജ് ചെയ്തുകൊണ്ട് മാത്രമാണ് അവിടെ തന്നെ ഇരുന്ന്. സോഫയുടെ പുറകെ പോയി കിടക്കുമ്പോ ബ്ലാങ്കറ്റ് കൊണ്ട് അനുമോളെ കാല് തണുക്കെന്ന് പറഞ്ഞു, പക്ഷേ തലയാണ കൊണ്ട് തരുന്നു. എന്താണ് അയാൾ ഓപ്പണായിട്ട് പറഞ്ഞു അനുമോൾക്ക് ഒരു ക്രഷ് ഉണ്ടെന്നാണോ? ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ വരെ വളരെ ഡിസ്കഷനിൽ വന്നിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു എന്ന് പറയുന്നത് അനു അനീഷ് എന്ന് പറയുന്ന സാധനം. അപ്പം അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ബിഗ് ബോസിൽ ക്രഷ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടാസ്കിൽ, അല്ലെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ എന്ന ടാസ്കിൽ അനീഷ് വളരെ ഓപ്പണപ്പ് ആയിട്ട് എനിക്ക് അനുവിൻ്റെ അടുത്ത് ക്രഷ് തോന്നിയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ജിസേലിൻ്റെ പേരും ആദ്യം പറഞ്ഞിരുന്നു, അതിന് ശേഷം അനുയുടെ പേരാണ് പറഞ്ഞത്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷമുള്ള അനു അനീഷ് ബോണ്ടിങ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ബിഗ് ബോസ് ഒന്ന് പോർട്രേറ്റ് ചെയ്ത് കാണിക്കാൻ തുടങ്ങി. അതിന് ബിഗ് ബോസിൻ്റെ ഒരു TRP റേറ്റിന് വേണ്ടിയിട്ടാണോ അറിയില്ല, പക്ഷേ എനിക്ക് അനീഷിന് മേ ബി അനുവിൻ്റെ അടുത്തൊരു ക്രഷ് ഉണ്ടാവും. അനുവിന് എന്തെങ്കിലും പേഴ്സണലി അങ്ങോട്ടുണ്ട് എന്ന രീതിയിലൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അനു അതിൻ്റെതായ രീതിയിലുള്ള ചില കളികളൊക്കെ ബിഗ് ബോസിൽ എന്ത് ചെയ്യുന്നുണ്ട്, കാണിച്ചു കൂട്ടുന്നുണ്ട്. അത് ഞാൻ കണ്ടത് ഇന്നലത്തെ എപ്പിസോഡിലാണ്. അപ്പോൾ അത് കണ്ട സമയത്താണ് ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാമെന്ന് കരുതിയത്. കാരണം നമ്മൾ ഒരു സ്ഥലത്തൊരു 10-90 ദിവസം ഒന്നുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാണ്ട് നിൽക്കുന്ന സമയത്ത് ഇറ്റ്സ് വെരി കോമൺ ഫോർ സംബഡി ടു ഫീൽ ക്രഷ് ടു മറ്റൊരാളോട്. അപ്പോൾ ആ ഒരു സാധനമാണ് അനീഷിന് തോന്നിയത്. അനുവിന് എന്തായാലും അങ്ങനത്തെ ഒരു കൺസേൺ ഒന്നുമില്ല. പക്ഷേ
ചില എപ്പിസോഡ്സിൽ ചില കളികളൊക്കെ ഇടുന്നുണ്ട്. ആ കളികളൊക്കെ ഇടുന്നത് കണ്ടന്റിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഒരു TRP റേറ്റിന് കിട്ടാനാണോ, അല്ല ഈ സ്ട്രാറ്റജി പിടിച്ചാൽ ബിഗ് ബോസ് വിന്നർ ആവാമെന്ന് കരുതിയിട്ടാണോ, എന്തിനാ എന്നുള്ളത് എനിക്ക് സീരിയസ്ലി പേഴ്സണലി എനിക്ക് മനസ്സിലായില്ല. ആൻഡ് ഓപ്പോസിറ്റ് സൈഡിലുള്ള അനീഷ് ഇത് വളരെയധികം എൻജോയ് ചെയ്യുന്നുമുണ്ട്. സോ അതൊക്കെ എന്താവും എന്നുള്ളത് നമുക്ക് കാണാം. പിന്നത്തെ എപ്പിസോഡിൽ ഞാൻ കണ്ട കുറച്ച് കളികളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ലാലേട്ടൻ പറഞ്ഞ ആ ഒരു മസാജ് സംഭവം എന്താണെന്നുള്ളത് നോക്കാം. ഞാൻ തൊട്ട് അടുത്ത നിമിഷം ഞാൻ ഇറങ്ങാം. ഞങ്ങൾ കണ്ണടനല്ല, മൊത്തത്തിൽ വയ്യ എനിക്ക്. എന്നിറങ്ങിക്കോ. പറ്റുമെങ്കിൽ ഞാൻ ഇരിക്കുന്നതാണ് ചേട്ടാ. എനിക്ക് ഉറങ്ങാൻ സമ്മതിക്കില്ല. ഇരുന്നോടെ ഉറങ്ങാൻ എന്തായാലും പറ്റിയില്ല. അപ്പൊ ബിഗ് ബോസ് വിളിച്ചു പറയും അനു ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത നിമിഷം ഞാൻ ഇറങ്ങും. എത്ര കിട്ടിയാലും നമ്മൾ അഹങ്കരിക്കില്ല അല്ല അനീഷ് ചേട്ടാ. അവസാന വാക്കുകൾ പറഞ്ഞു. അവിടെ നിന്നോ ഞാൻ വരുന്നു. അവിടെ നിന്നോ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടാസ്കിൽ നിന്നും അനുമോൾ പുറത്തായിരിക്കുന്നു. ഓ ശരി. ഇത് കഴിഞ്ഞ ടാസ്കിൽ നടന്ന ഒരു സംഭവമാണ്. ഇത്രയേ ഉള്ളൂ. ഇവരെല്ലാവരും കൂടെ കാറിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നു. അനു ബാക്കിലിരുന്ന് അനീഷേട്ടനെ മസാജ് ചെയ്യുന്നു. അതിൻ്റെയൊക്കെ പുറത്താണ് അനീഷേട്ടൻ അതിലിരുന്നേന്നൊക്കെ പറയുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം കളി ഫ്രണ്ടോട്ട് പോയപ്പം അനു ഭയങ്കര ടയേർഡായി. അനുവിന് ഫിസിക്കലി ഭയങ്കര വീക്കായി. വിശപ്പും ഉറക്കും എല്ലാം കൂടെ വന്നപ്പം അനു ഇങ്ങനെ ഇറങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ അനീഷ് വേഗം കയറി പറഞ്ഞു, അനു ഇറങ്ങിക്കോ, അനു ഇറങ്ങിയാൽ അടുത്ത നിമിഷം തന്നെ ഞാനും ഇറങ്ങും എന്നുള്ളത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അനു ഇറങ്ങിയപ്പോൾ പറഞ്ഞു, നിൽക്ക് ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ബിഗ് ബോസ് അനു ഇറങ്ങി എന്ന് അനൗൺസ് ചെയ്ത അടുത്ത സെക്കൻഡ് തന്നെ അനീഷേട്ടനും ഇറങ്ങിപ്പോയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അനീഷ് എന്ന് പറയുന്ന വ്യക്തി ശരിക്കും ഈ അനുമോളെ കുറച്ചും കൂടെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു ക്രഷിൻ്റെ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് അനീഷ് ഈ ഓവർ കെയറിങ് ചെയ്യുന്നതും ഒരു കെയറിങ് ഏട്ടായി ആവുന്നതും കൂടെ നിൽക്കുന്നതും, അല്ലെങ്കിൽ ഈ ആ ഒരു ടിക്കറ്റ് ഫിനാലെ ടാസ്കിൽ നിന്ന് വേഗം ചാടി ഇറങ്ങിപ്പോയതൊക്കെ. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം കുറേ കോമഡി കാര്യങ്ങൾ ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അവർ വിട്ടെങ്കിലും വിടാണ്ട് അവരെ വീണ്ടും വീണ്ടും ചൊറിഞ്ഞുകൊണ്ടും കളിയാക്കിക്കൊണ്ടും ഒക്കെയുള്ള കോൺവെർസേഷൻസ് നമുക്ക് കാണാൻ പറ്റും. അതിന് ഞാൻ കാണിച്ചു തരാം. ചായ, നമ്മുടെ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാ ചായ ഈ ഭാര്യ ഹസ്ബൻഡിനെ വിളിക്കുന്നത് എന്തുവാ? ദേ നോക്കിയേ. ആ ശരി, ദേ നോക്കിയേ. ഇങ്ങ് വന്നേ. ഇത് ചിലപ്പോൾ ഒരു കളിയാവാം, പക്ഷേ ആ കളി ഓപ്പോസിറ്റിലെ വ്യക്തിനെ കുറച്ചധികം താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അത് പിന്നൊരു ഇഷ്യൂവിലോട്ട് പോകും എന്ന് മേ ബി എൻ്റെ പേഴ്സ്പെക്റ്റീവ് ആയിരിക്കില്ല. ഇത് വളരെ ഫണ്ണാണ്, വളരെ ചിരിച്ച് കളിച്ച് ഞാൻ കണ്ടൊരു കാര്യമാണ്. അനുവിന് ഇത് വളരെ വലിയൊരു തമാശയാണ്. അനുവും നോറിയും കൂടെ പ്ലാൻ ചെയ്താണ് അവിടെ നിന്ന് പല ഡയലോഗുകളും പല ആക്ഷനും കാണിക്കുന്നത്. ബട്ട് ടു ആൻ എക്സ്റ്റെൻറ്റ് അനീഷ് ഇത് എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഇത് അനീഷിൻ്റെ ഗെയിമിനെ ബാധിക്കുകയോ, അനീഷ് വളരെ വീക്കർ ആവുകയോ, അനീഷ് ഈ സ്ട്രാറ്റജി മാത്രം പിടിച്ച് പോവോ, അനീഷിൽ നമ്മൾ കണ്ട കുറേ ക്വാളിറ്റീസ് ഉണ്ട്. ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക, ഒപ്പീനിയൻ പറയുക, ആരെടുത്തു എന്ത് മുഖത്ത് നോക്കി, ഇതൊക്കെ പോവോ എന്നുള്ളൊരു പേടി അനീഷിൻ്റെ സപ്പോർട്ടേഴ്സിനും അല്ലെ അനീഷിൻ്റെ ടീമിനും മേ ബി കാണാൻ പറ്റും. എന്നാലും ബാക്കി കാണും. സൗണ്ട് സിസ്റ്റം മ്യൂട്ട് ചെയ്ത് വെക്ക് പ്ലീസ്. ഇല്ല, അത് ഇഷ്ടമല്ലേ വിളിക്കുന്നത്. അച്ഛാ അനീഷ് ഈ ഒരു സാധനമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ വളരെ തമാശയ്ക്ക് കാണിക്കുന്നു. ഓപ്പോസിറ്റിലെ വ്യക്തി ഒരു ക്രിഞ്ച് ഫേസോടുകൂടി എൻജോയ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അനീഷ്. അപ്പം എന്തൊക്കെയാണെങ്കിലും ഇങ്ങനത്തെ ഗെയിംസിലോട്ടൊക്കെ പോകുമ്പോൾ അതൊരു ഗെയിം ഫൺ രീതിയിൽ തന്നെ രണ്ടു പേർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം എന്നൊരു അഭിപ്രായം മാത്രമേ എനിക്ക് പേഴ്സണലി പറയാനുള്ളൂ. ഇതൊരു കണ്ടന്റ് ആക്കി ഇടരുത്. കാരണം ലാലേട്ടൻ വന്ന് പോയതിന് ശേഷം ബിഗ് ബോസിൽ കാണുന്ന ഒരുവിധം എപ്പിസോഡ്സിലൊക്കെ ഇതൊരു വലിയ കണ്ടന്റായി ഇതിനെ ഒന്ന് ഫോക്കസ് ചെയ്ത് ഇതിനൊരു പ്രൈമാക്കി ഒരു TRP റേറ്റ് കൂട്ടുന്ന കളിയിലോട്ടൊക്കെ പോകുന്നുണ്ട്. പൊതുവെ ഒരു ലവ് സ്ട്രാറ്റജി ബിഗ് ബോസിൽ വന്നാൽ അതൊരു വിഷയം തന്നെയാണ്. ആദ്യമായിട്ടാണ് ഒരു സീസണിൽ ലവ് ഇല്ലാണ്ട് മുന്നോട്ട് പോകുന്നത്. അതിൽ എന്നാൽ ഇപ്പോൾ അവസാന നിമിഷമായപ്പോഴേ അതിൻ്റെ ചില കളികളും ബിഗ് ബോസിന് കിട്ടിയിട്ടുണ്ട്.
എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷം ഷാനവാസും അനുവും അനീഷുമായിട്ടുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കോൺവെർസേഷൻ ഉണ്ട്, അതൊന്ന് കേട്ടു നോക്കാം. പറയണ്ടേ? എന്താ അനീഷേട്ടാ പറയണോ? പറ. എന്നോട് പറഞ്ഞേ അനുവിനോട് പറയണോ പറയണ്ടേന്ന് ചോദിച്ചിട്ട് എന്നോട് ചോദിച്ചൊരു കാര്യമാണ്. എന്ത്? അനുവന്റെ അനുവാദം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. എന്താ അനീഷേട്ടാ? അനീഷേട്ടൻ എന്തെങ്കിലും പറയാണ്ടെങ്കിൽ എന്റെ മുഖത്തേക്ക് പറഞ്ഞു. അത് അപ്പം അനീഷ് എന്ന് പറഞ്ഞ വ്യക്തി ഷാനവാസിൻ്റെ അടുത്ത് ഈ ഒരു കാര്യം ഷെയർ ചെയ്യണമെങ്കിൽ അനീഷ് കുറച്ചും കൂടെ ഈ ഒരു ടോപ്പിക്കിൽ കുറച്ച് സീരിയസ് ആണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഷാനവാസ് ഓൾറെഡി ഇത് അറിഞ്ഞിട്ടുണ്ട്, ഇവിടെ ഈ ടോപ്പിക് ഉണ്ടായതൊന്നും ഷാനവാസ് അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതാണ് പറയുന്നത്, ആൾ കളിക്കുന്നത് തമാശയ്ക്കാണെങ്കിലും ഇതിനുള്ളിൽ ചെറുതായിട്ട് സീരിയസ് ആയിട്ട് ഷാനവാസിന് ഒരു ക്രഷ് ഉണ്ടെന്ന്. ഓഫ് കോഴ്സ് അനുമോൾക്ക് അത് വളരെ ക്ലിയർ ആയിട്ട് അറിയാം, അനുമോൾ പറയുന്നുണ്ട് ക്ലിയർ ആയിട്ട് അറിയാം. അപ്പോൾ ഈ പശുവിന് പുല്ല് കൊടുക്കുന്നത് പോലെ ചെറിയ രീതിയിൽ നമ്മുടെ അനീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിന് അനുമോള് എവിടേക്കോ ഒരു ഹോപ്പും കൊടുക്കുന്നുണ്ട്. എന്താ ചേട്ടാ കണ്ണു തള്ളിപ്പോയത്? ഞാൻ ആരെ നോക്കുന്നുള്ളതാണ് എന്റെ കൺഫ്യൂഷൻ. അല്ല ഈടായിട്ട് കുറച്ച് അട്രാക്ഷൻ കൂടുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊമോസിൽ ഈ കണ്ടന്റുകളൊക്കെ ഇടുന്ന മേ ബി കുറച്ചും കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഷോൻ്റെ ഒരു TRP റേറ്റിംഗ് കൂട്ടാനും ആൾക്കാർ കാണാനും ഒക്കെ വേണ്ടിയിട്ടാണ്. മേ ബി ഇതിൽ കൊടുക്കുന്ന വോയിസുകളൊക്കെ എന്ന് പറയുന്നത് പല സിറ്റുവേഷനിലെ പല കാര്യങ്ങൾ മിക്സപ്പ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ബിഗ് ബോസിൽ അഗെയിൻ ഒരു ലവ് സ്ട്രാറ്റജി വരുമോ, അല്ലെങ്കിൽ ഒരു ലവ് നോട്ട് സ്ട്രാറ്റജി, ഒരു ലവ് ബിൽഡപ്പ് ആവുമോ, അല്ലെങ്കിൽ അത് ഈ ഒരു ആഴ്ചത്തെ എപ്പിസോഡിലെ ഒരു ടോപ്പിക്കായിട്ട് ആൾക്കാർക്ക് TRP റേറ്റ് കൂട്ടാനുള്ളൊരു കണ്ടന്റ് ആവുമോ എന്നൊന്നും അറിയില്ല. എനിവേ ഇങ്ങനൊരു സാധനം ബിഗ് ബോസിൽ കൂടെ പോകുന്നുണ്ട്, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും തോന്നുന്നു. എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള ഒരു കമൻറ്റ്? ഇഫ് ഇറ്റ്സ് ഫൺ, ഓക്കെ ഫൺ, രണ്ടുപേരും ഫണ്ണായിട്ട് കാണുക. ഇഫ് ഇറ്റ്സ് സീരിയസ്, രണ്ടുപേരും സീരിയസ് ആയിട്ട് കാണുക. ഒരാൾ ഫണ്ണും ഒരാൾ അതിൽ നിന്ന് എൻജോയ് ചെയ്യാൻ തുടങ്ങിയാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദ ഓപ്പോസിറ്റ് പേഴ്സൺ ഗെറ്റ് ഹേർട്സ്. സോ അത്രേ പറയാനുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.